ഒരു വീട് പണിയണമെന്നുള്ള ആഗ്രഹം മനസ്സിൽ കൊണ്ടു നടക്കുന്നത് കുറേ കാലങ്ങളായിട്ട് വർഷങ്ങളായിട്ടുള്ളൊരു ആഗ്രഹം, സ്വന്തമായിട്ടൊരു വീട്. പക്ഷേ അതിനുള്ള സാമ്പത്തികം ഒത്തുവരണം എന്നുള്ള ആഗ്രഹം വരുമ്പോഴത്തേക്ക് അത് പിൻവലിയായിരുന്നു. എങ്കിലും ഒരു പ്രവാസിയായപ്പോഴത്തേക്ക് പിന്നെയും വീണ്ടും ആ ആഗ്രഹത്തിനൊരു ആക്കം കൂടി. ആക്കം കൂടുക മാത്രമല്ല, എക്കണോമിക്കലി ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു വീട്, അതായത് കൂടുതൽ സാമ്പത്തികം ചെലവഴിക്കാൻ പറ്റുന്നൊരു സാഹചര്യമല്ല. അപ്പോൾ ഒരു എക്കണോമിക്കൽ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു വീട് ഉണ്ടാക്കണമെന്ന ആഗ്രഹത്തോടെ വീട് പണി തുടങ്ങി. വീട് പണി തുടങ്ങുമ്പോഴാണല്ലോ, എന്തിനെങ്കിലും ഒന്ന് ഇറങ്ങിത്തിരിക്കുമ്പോഴാണല്ലോ നമ്മൾ ആ സ്വപ്നത്തെ വലുതാക്കുന്നത്. അപ്പോഴത്തേക്ക് നമ്മൾ ഈ സോഷ്യൽ മീഡിയകളിലൊക്കെ പരിചയം തുടങ്ങി. എങ്ങനെ ഈ വീട് മനോഹരമാക്കാം, ഇൻറ്റീരിയറിൻ്റെ സാധ്യതകളെ പറ്റി ഇങ്ങനെ കേൾക്കാൻ തുടങ്ങി. കേൾക്കുമ്പോൾ അതിൻ്റെയൊക്കെ ബഡ്ജറ്റ് കേൾക്കുമ്പോഴത്തേക്ക് ഇത് നമ്മുടെ കയ്യിൽ താങ്ങാൻ പറ്റുന്നതല്ല, നമ്മളെ കൊണ്ട് പറ്റില്ല, നമുക്കൊന്ന് വൈറ്റൊക്കെ അടിച്ച് നല്ലൊരു വീടാക്കിയിടാം എന്ന് വിചാരിച്ചിങ്ങനെ ഇരിക്കുമ്പോൾ അതിൻ്റെ അവസാന ഘട്ടങ്ങളിലേക്ക് എത്തിയപ്പോൾ ഇങ്ങനെ കേട്ടറിഞ്ഞ് വുഡ് ഡെക്കോറിലേക്ക് എത്തുന്നത് റൈഷാദിലേക്ക്. അങ്ങനെ റൈഷാദിലേക്ക് എത്തിയിട്ട് റൈഷാദിൻ്റെ കൂടെയും നമ്മൾ ചുമ്മാതൊന്ന് കാഷ്വൽ ടോക്കാണ് നടക്കുന്നത്, ആഗ്രഹമില്ല എങ്കിലും റൈഷാദ് ഇങ്ങനെയൊക്കെ ഒരു ആഗ്രഹമുണ്ട്, എൻ്റെ ആഗ്രഹങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. അതെന്താ സാറേ, അപ്പോഴേ ആ പോസിറ്റീവായിട്ടുള്ള വർത്തമാനമാണ്. അതെന്താ അങ്ങനെ നമുക്ക് ചെയ്യാം, അങ്ങനെ ഒരു കാര്യം ചെയ്യും, എനിക്കൊരു ബഡ്ജറ്റ് ശരിയാക്കി തരും, അപ്പോൾ അതനുസരിച്ചിട്ട് നമ്മൾ തുടങ്ങാൻ. അങ്ങനെ എനിക്ക് അതിനുള്ളൊരു കൊട്ടേഷൻ തന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇതെനിക്ക് ചെയ്യാൻ പറ്റുന്നതാണ്, എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അങ്ങനെ ആ വർക്ക് തുടങ്ങി. നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം പറഞ്ഞു കൊടുത്ത് വർക്ക് തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് എല്ലാം ഞങ്ങൾ പറഞ്ഞതിനേക്കാൾ ഒരു പടി മുന്നിലേക്ക് നിൽക്കുന്ന രീതിയിലുള്ള വർക്കുകളാണ് നടന്നത്. അങ്ങനെ ഓരോ കാര്യത്തിനും ഒരു തടസ്സങ്ങളില്ല. അത് പറയുന്നത് പോലെ അതേപോലെ ഞങ്ങളുടെ ബഡ്ജറ്റിൽ നിന്നുകൊണ്ട് സാറേ ഇതിങ്ങനെ ചെയ്താൽ അത് കൊള്ളാം, അതിങ്ങനെ ചെയ്താൽ കൊള്ളാം. അപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് കൂടുതൽ ഇൻട്രസ്റ്റായി. അങ്ങനെയാണ് വുഡ് ഡെക്കോറിനെ കൊണ്ട് ഈ പണി ചെയ്യിപ്പിച്ചു തുടങ്ങുന്നത്, അല്ലേ? മെയിനായിട്ട് എടുത്ത് പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഈ വർക്ക് സ്റ്റാർട്ട് ചെയ്ത് കംപ്ലീറ്റ് ആകുന്നിടം വരെയും ഞങ്ങളിവിടെ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഞങ്ങളുടെ മനസ്സിന് അനുയോജ്യമായ രീതിയിൽ, മനസ്സിൽ സന്തോഷമുണ്ടാക്കുന്ന രീതിയിലുള്ള വർക്ക് തന്നെയാണ് അവരുടേത്. അത് എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. നമ്മൾ ഏത് കാര്യം പറഞ്ഞാലും നോ എന്നൊരു വാക്ക് പറയാതെ യെസ് അങ്ങനെ ചെയ്യാം, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം, അത് ചേഞ്ച് ചെയ്യുന്നതിലും അവർക്ക് യാതൊരു ബുദ്ധിമുട്ടും കാണിക്കാതെ തന്നെ അവർ വളരെ ഭംഗിയായിട്ട് ഞങ്ങളുടെ വീടിനെ വളരെ മനോഹരമാക്കി തന്നിട്ടുണ്ട്. ഞങ്ങൾ വളരെയധികം സാറ്റിസ്ഫൈഡ് ആണ് അവരുടെ വർക്കിൽ. നിങ്ങൾക്ക് ധൈര്യപൂർവ്വം അവരെ സമീപിക്കാവുന്നതാണ്. നിങ്ങളുടെ ഏത് ഡൗട്ടും അവർ ക്ലിയർ ചെയ്ത് വളരെ ഭംഗിയായ രീതിയിൽ വീട് ഡെക്കർ ചെയ്തു തരുന്നതാണ്. അതെ, വീടിൻ്റെ ഒരു ഭാഗവും വെറുതെ കളയരുത്, ചുമ്മാതെ കളയരുത്, എല്ലാം യൂട്ടിലൈസ് ചെയ്യപ്പെടണം. ആ രീതിയിലാണ് ഞങ്ങൾ വീട് പ്ലാൻ ചെയ്തത്. അപ്പോൾ ഇതിനകത്തുള്ള ഇൻറ്റീരിയറും അതേ കണക്കാണ് ചെയ്തിരിക്കുന്നത്. ഒരു ഭാഗവും വിട്ടുകളഞ്ഞില്ല, എല്ലാ ഭാഗത്തും വൃത്തിയായിട്ട് ഒരു വുഡ് ഡെക്കോർ പ്രത്യേക സിഗ്നേച്ചർ അവർ ചെയ്തിട്ടുണ്ട്. അത് എനിക്ക് ഞങ്ങളുടെ മകളെ പോലെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു സുന്ദരിയായ ഭവനം ഒരുക്കി തരാനായിട്ട് വുഡ് ഡെക്കോറിന് കഴിഞ്ഞു. ഞങ്ങൾ വളരെ ഹാപ്പിയാണ്. നിങ്ങൾക്കും തിരഞ്ഞെടുക്കാവുന്ന ഒരു നല്ല ചോയ്സാണ് വുഡ് ഡെക്കോർ. താങ്ക് യു.